ബാൻഡിലും ഹെയർ ക്ലിപ്പിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റവുമായിട്ടാണ് കേട്ടോ. അതിനായി റിബണിൽ നിന്നും 4 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയുള്ള റിബണാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്ററാണ്. 40 സെൻറ്റിമീറ്ററാണ്, 40 ഇഞ്ചല്ല കേട്ടോ. അതുപോലത്തെ 2 പീസും പിന്നെ 1 ഇഞ്ച് 30 സെൻറ്റിമീറ്ററുമായിട്ടുള്ള 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കോൺ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 സൈഡും കട്ട് ചെയ്ത് എടുക്കണം. ഞാനിവിടെ ആദ്യം ഒരു സൈഡ് മാത്രമാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെയാണ് എന്തോ ഒരു ഓർമ്മയിൽ അങ്ങനെ കട്ട് ചെയ്ത് പോയി. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ പിന്നെ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 സൈഡും കോൺ പോലെ വെട്ടിയ ഭാഗം ഒന്ന് ലൈറ്റർ ഉപയോഗിച്ചൊന്ന് ഉരുക്കിയും കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരറ്റത്തിൽ നിന്നും അതിൻ്റെ കട്ട് ചെയ്തതിൻ്റെ ഒരറ്റത്തിൽ നിന്നും മറ്റേ അറ്റം വരെ വീഡിയോയിൽ കാണുന്നത് പോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായും റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ മേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ. പിന്നെ വീണ്ടും റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നൂല് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ നൂലിൽ തന്നെയാണ് നമ്മൾ ഈ 40 സെൻറ്റിമീറ്റർ നീളമുള്ള പീസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കിതാ ഒരു ഫ്ലവർ ഷേപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നടുവിൽ ഒരു ചെറിയ റൗണ്ട് വരുന്ന വിധത്തിൽ കൂട്ടിപ്പിടിച്ച് അതിൻ്റെ 2 അറ്റവും കൂട്ടിപ്പിടിച്ചിട്ട് നന്നായി ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നന്നായി കെട്ടിയിട്ട് കൊടുത്ത് ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെയാണ് നമ്മൾ 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്ത റിബണും അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്ത് 2 പീസും റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്ത് ചെയ്യുന്നത് കേട്ടോ. ഇതെടുക്കുമ്പോൾ 2 ഫ്ലവർ ടൈപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗത്തായി വീഡിയോയിൽ കാണുന്നത് പോലെ പിടിച്ച് നമ്മൾ ബോക്കൊക്കെ സെൻറ്റർ ഭാഗത്തായി കെട്ടിക്കൊടുക്കുമല്ലോ, അതുപോലെ തന്നെ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഇതും അതുപോലെ ചെയ്ത് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം. പിന്നെ റിബണിൽ നിന്നും മറ്റൊരു പീസും കൂടി കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് വെച്ച് തുന്നിക്കൊടുക്കാം. അങ്ങനെ തുന്നിക്കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റോൺ ലൈസും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മേളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഹെയർ ബാൻഡിലോ ഹെയർ ക്ലിപ്പിലോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹെയർ ക്ലിപ്പിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇത് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.